ഓം നമോ ഭഗവതീ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 10-ാം അധ്യായമായ വിഭൂതി യോഗത്തിലെ 35 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. നമുക്ക് 36, 37 ശ്ലോകങ്ങൾ നോക്കാം. 36-ാമത്തെ ശ്ലോകം. ദ്യൂതം ചലയതാമസ്മി തേജസ്തേജസ്വിനാമഹം ജയോസ്മി വ്യവസായോസ്മി സത്വം സത്വവതാമഹം. ചലയതാം, കൗശലം വേണ്ട കളികളിൽ, അതായത് സാമർഥ്യം, ആ കളിയിലുള്ള സാമർഥ്യം, അതാണ് കൗശലം വേണ്ട കളികളിൽ. ദ്യൂതം, ചൂതുകളി അഥവാ ചതുരംഗക്കളി ഞാനാകുന്നു. അസ്മി, ഞാനാകുന്നു. തേജസ്വിനാം, തേജസ്വികളുടെ, തേജസ് അഹം, തേജസ് ഞാനാകുന്നു. ജയഃ അസ്മി, എല്ലാ തരത്തിലുള്ള ജയങ്ങൾ ഞാനാകുന്നു. വ്യവസായ അസ്മി, പ്രയത്നശീലം, അതായത് ഒരു ഉദ്യമം തുടങ്ങുക, സംരംഭം തുടങ്ങുക, അതിനു വേണ്ട പ്രയത്നശീലം, അത് ഞാനാകുന്നു. സത്വവതാം, സാത്വികന്മാരുടെ, സത്വം, സത്വഗുണം, അഹം, ഞാനാകുന്നു. അഥവാ ശക്തന്മാരുടെ ശക്തി, അത് ഞാനാകുന്നു. വീണ്ടും ഭഗവാൻ ഓരോരോ പ്രതിഭാസങ്ങളിലും തൻ്റെ സാന്നിധ്യമാണുള്ളത്, അവയെല്ലാം താനാണ് എന്ന് വീണ്ടും വീണ്ടും പറയുകയാണ്. കൗശലം വേണ്ട കളികളിൽ ഞാൻ ചൂതുകളിയാകുന്നു. ആധുനിക ഇതിൽ പറഞ്ഞാൽ നമ്മൾ ചെസ്സ് എന്ന് പറയുന്നത് തന്നെയാണ് ചൂതുകളിയുടെ ഒരു ഭാവമാണത്. അതിന് വളരെയധികം കൗശലം വേണ്ടതാണ്, സാമർഥ്യം വേണം. അതിന് ഒരു പ്രത്യേകതരം ബുദ്ധിവിശേഷം, ആ ഓരോ നീക്കങ്ങളെയും കൗശലപൂർവ്വം ചെയ്യുവാനുള്ള ഒരു കഴിവ് വേണം. അപ്പോൾ ഈ കൗശലം ആവശ്യമുള്ള കളികളിൽ ഞാൻ ചൂതുകളിയാകുന്നു, ചതുരംഗക്കളിയാകുന്നു. തേജസ്വികളുടെ തേജസ് ഞാനാകുന്നു. അതുപോലെ എല്ലാ തരത്തിലുള്ള വിജയങ്ങൾ, ജയം, അത് ഞാനാകുന്നു. പ്രയത്നശാലികളുടെ പ്രയത്നം ഞാനാകുന്നു. സാത്വികന്മാരുടെ ആ സാത്വിക ഭാവം, സത്വഗുണം ഞാനാകുന്നു. കരുത്തന്മാരുടെ കരുത്തും ഞാൻ തന്നെയാകുന്നു. ലോകത്തിൽ പലതരം കൗശലം വേണ്ട കളികളുണ്ട്. കൂർമ്മബുദ്ധി ഉപയോഗിച്ച് വിജയിക്കേണ്ട കളികളുണ്ട്. അവയിൽ വച്ച് ഏറ്റവും പ്രമുഖമായതാണ് ചതുരംഗക്കളി, ചൂതുകളി അഥവാ ചെസ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിലുള്ള ആ കൗശലം വേണ്ട കളികളിൽ ഞാൻ ഈ ചൂതുകളിയാകുന്നു. ദ്യൂതം എന്ന് പറഞ്ഞാൽ ചൂതുകളി എന്നർത്ഥം, ചൂതുകളിയാകുന്നു. സകല സംരംഭങ്ങളിലും വിജയം വരിക്കുന്ന ആ വിജയം എന്ന ഭാവം ഞാനാകുന്നു. തേജസ്വികളായ വ്യക്തികളുടെ ആ തേജസ് എന്ന് പറയുന്നത് അതും ഞാനാകുന്നു. പ്രയത്നശാലികളുടെ ആ പ്രയത്നശീലം, അതും ഞാനാകുന്നു. സാത്വികന്മാരിലുള്ള ആ സത്വഗുണം, അതും ഞാനാകുന്നു. കരുത്തന്മാരുടെ
കരുത്തും ശക്തിയും ഞാനാകുന്നു. അങ്ങനെ നിങ്ങൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്നത് എന്തും ഏത് ഭാവവും ഭഗവത് ഭാവം തന്നെയാണ് എന്നാണ് ഭഗവാൻ ഈ ശ്ലോകങ്ങളിലൂടെ എല്ലാം പറയുന്നത്. അടുത്ത 37-ാമത്തെ ശ്ലോകം. വൃഷ്ണീനാം വാസുദേവോസ്മി പാണ്ഡവാനാം ധനഞ്ജയഃ മുനീനാമപ്യഹം വ്യാസ കവീനാം ഉശനാ കവി. വൃഷ്ണീനാം, വൃഷ്ണിവംശജരിൽ, വൃഷ്ണികുലവംശജരിൽ വാസുദേവ, വസുദേവപുത്രനായ കൃഷ്ണനാകുന്നു ഞാൻ. പാണ്ഡവാനാം, പാണ്ഡവരിൽ വച്ച് ധനഞ്ജയ, ഞാൻ ധനഞ്ജയനാകുന്നു അഥവാ അർജുനനാകുന്നു. മുനീനാം, മുനികളിൽ ഞാൻ വ്യാസ അഭി, വ്യാസനാകുന്നു. കവീനാം, കവികളിൽ അഥവാ ചിന്തകരിൽ കവി ഉശനാഹ, കവിയായ ഉശനസ്സാകുന്നു. ഉശനസ് എന്ന് പറഞ്ഞാൽ ശുക്രാചാര്യനാകുന്നു. വൃഷ്ണിവംശജരിൽ ഞാൻ വസുദേവപുത്രനായ കൃഷ്ണനാകുന്നു. പാണ്ഡവരിൽ വച്ച് ഞാൻ ധനഞ്ജയനാകുന്നു. മുനിമാരിൽ വച്ച് ഞാൻ വ്യാസമുനിയാകുന്നു. കവികളിൽ വച്ച് അഥവാ ചിന്തകന്മാരിൽ വച്ച് ഞാൻ കവിശ്രേഷ്ഠനായ അഥവാ മഹാചിന്തകനായ ശുക്രാചാര്യനാകുന്നു. യാദവകുലം ആണ് വൃഷ്ണികുലം എന്ന് പറയുന്നത്, യാദവരുടെ കുലം. അവരിൽ പ്രമുഖൻ കൃഷ്ണൻ തന്നെയാണല്ലോ, അതിന് പ്രത്യേകം പറയേണ്ടതില്ല ഭഗവാൻ. അപ്പോൾ വൃഷ്ണികുലത്തിലെ ആ വൃഷ്ണി വംശജരിൽ വച്ച് ഏറ്റവും പ്രമുഖനായ കൃഷ്ണൻ തന്നെയാകുന്നു ഞാൻ. പാണ്ഡവരിൽ എന്തുകൊണ്ടും വൈശിഷ്ട്യം അർജുനനാണ്, വില്ലാളി വീരനായ അർജുനൻ. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു പാണ്ഡവരിൽ വച്ച് ഞാൻ അർജുനനാകുന്നു. മുനികളിൽ ശ്രേഷ്ഠനും വേദങ്ങളെ വ്യസിച്ചവനുമാണ് വ്യാസൻ. അതുകൊണ്ട് മുനികളിൽ വച്ച് ഞാൻ വ്യാസമുനിയാകുന്നു. കവി എന്നാൽ ചിന്തകൻ എന്ന അർത്ഥമുണ്ട്. വളരെയധികം അറിവുള്ളവൻ എന്നുള്ള അർത്ഥമുണ്ട്. അറിവും ചിന്താശീലവും ഉള്ളവരാണ് കവികളെന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളവരിൽ ഏറ്റവും തന്ത്രജ്ഞനായ ആചാര്യനാണ് അസുരഗുരുവായ ഉശനസ് അഥവാ ശുക്രാചാര്യൻ. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് ഈ കവികളിൽ ചിന്തകരിൽ വച്ച് ഞാൻ ഉശനസ്സാകുന്നു അഥവാ ശുക്രാചാര്യനാകുന്നു. അങ്ങനെ ഇവരിലെല്ലാം പ്രതിഫലിക്കുന്നത് ഭഗവാന്റെ വിഭൂതി തന്നെയാണ് എന്നാണ് ഭഗവാൻ പറഞ്ഞു വയ്ക്കുന്നത്. അതായത് നിങ്ങൾ ഈ പ്രപഞ്ചത്തിൽ എന്ത് കണ്ടാലും അതിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് എൻ്റെ വിഭൂതിയാണ്, എൻ്റെ മഹിമകളാണ്. ഈ ലോകത്തിലെ എന്തിനെ കണ്ടാലും നിങ്ങളതിൽ എൻ്റെ മഹിമയെയാണ് കാണേണ്ടത്. അതിലെല്ലാം എൻ്റെ മഹിമയാണ് നിറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെയും പറയുന്നത്. ഇനി അടുത്ത ശ്ലോകങ്ങൾ നമ്മൾ അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.